ജിൽന ജിടെക് ജെൻസ്മാർട്ട് അക്കാഡമിയിലെ റീസെന്റ് OET വിന്നർ ആണല്ലേ? എനിക്ക് 4 B ആണ് കിട്ടിയത്. ഈ മോളുള്ളത് കൊണ്ട് വീട്ടിൽ നിന്ന് ഒരിക്കലും ട്രെയിനിങ്ങിന് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനോ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോലും എനിക്ക് പറ്റിയിരുന്നില്ല. പ്രതീക്ഷിച്ചിരുന്ന ആദ്യത്തെ അറ്റംപ്റ്റിൽ കിട്ടുന്നു. അപ്പോൾ ഞാൻ ഡെസ്പായിരുന്നു, എനിക്ക് വോയിസ് ഒന്നും കിട്ടാനില്ല. ലാസ്റ്റിൽ വോയിസ് എത്തുമ്പോഴത്തേക്ക് എനിക്ക് വോയിസ് കുറച്ച് താണു പോവാം. ഐ എം വെരി ഹാപ്പി. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഹായ് ജിൽന. ഹായ്. ജിൽന ജിടെക് ജെൻസ്മാർട്ട് അക്കാഡമിയിലെ റീസെന്റ് OET വിന്നർ ആണല്ലേ? റീസെന്റ് ജിൽനയുടെ സ്കോർ എത്രയാണ്? എനിക്ക് 4 B ആണ് കിട്ടിയത്. ഞാൻ വിചാരിച്ചില്ല 4 B കിട്ടുന്നു, പക്ഷെ ഇവിടുത്തെ നല്ലൊരു ട്രെയിനിങ് കൊണ്ട് എനിക്ക് 4 B കിട്ടാൻ സാധിച്ചു. അതിൽ വളരെ ഹാപ്പിയാണ് ഞാൻ. എങ്ങനെയാണ് ജിൽന ജെൻസ്മാർട്ട് അക്കാഡമിനെ കുറിച്ച് അറിഞ്ഞതും എങ്ങനെയാണ് ജെൻസ്മാർട്ട് അക്കാഡമിയിലേക്ക് വന്നതും എങ്ങനെയായിരുന്നു? ഞാൻ ആക്ച്വലി റിപ്പീറ്റർ ആയിരുന്നു. ഒരു തവണ എഴുതിയപ്പോൾ എനിക്ക് ഭയങ്കര ഡെസ്പായി. ഞാൻ എന്താ ചെയ്യുക, എനിക്കിനി എവിടെയാ കോച്ചിങ്ങിന് പോവുക. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഫേസ്ബുക്ക് ത്രൂ ഇവിടുത്തെ ജിടെക് ജെൻസ്മാർട്ട് കണ്ണൂരിലെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന് അറിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ എത്തി. ഇവിടുത്തെ ഒരു നല്ല ട്രെയിനിങ് കൊണ്ടാണ് ജിടെക് ജെൻസ്മാർട്ടിലെ നല്ല ട്രെയിനിങ് കൊണ്ടാണ് എനിക്ക് ഇത്രയും ഞാൻ വിചാരിച്ചതിനേക്കാൾ അപ്പുറം എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത്. റിപ്പീറ്റർ ആയിരുന്നല്ലേ? അപ്പോൾ ജെൻസ്മാർട്ട് അക്കാഡമിയിൽ വന്നു, അപ്പോൾ ഫസ്റ്റ് ചാൻസ് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിനെക്കുറിച്ച് എന്തായിരുന്നു ജിൽനയുടെ അഭിപ്രായം? ആക്ച്വലി എനിക്ക് ഫസ്റ്റ് ടൈം ഞാൻ അറ്റംപ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരു Bയും 3 C+ഉം ആണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ആദ്യത്തെ അറ്റംപ്റ്റിൽ കിട്ടുന്നു, പക്ഷേ എനിക്ക് കിട്ടാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ ഡെസ്പായിരുന്നു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ കണ്ണൂരിലെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ജിടെക് എന്ന് അറിഞ്ഞു. അപ്പോൾ അങ്ങനെ ജിടെക് ജെൻസ്മാർട്ടിൽ വന്നു. അപ്പോൾ ഇവിടുത്തെ നല്ല വീക്ക്ലി മോക്ക് ടെസ്റ്റിലൂടെയും ഇൻറ്റൻസീവ് ട്രെയിനിങ്ങിലൂടെയും എൻ്റെ വീക്ക് പോയിന്റ് ആയിരുന്നത് എനിക്ക് സ്പീക്കിങ്ങിൽ കുറച്ച് എനിക്കൊരു ട്രബിളിങ് ആയിരുന്നു. ഇടയ്ക്കൊരു എനിക്ക് വോയിസ് ഒന്നും കിട്ടാനില്ല. ലാസ്റ്റിൽ വോയിസ് എത്തുമ്പോഴത്തേക്ക് എനിക്ക് വോയിസ് കുറച്ച് താണു പോവാം. അപ്പോൾ എൻ്റെ വീക്ക് പോയിന്റ് അതാണെന്ന് മനസ്സിലാക്കി തന്നത് ഇവിടുത്തെ ട്രെയിനേഴ്സ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ നല്ല സ്പീക്കിങ്ങിൽ എനിക്കിപ്പോൾ 350 അബവ് കിട്ടി, 360 എനിക്ക് കിട്ടി. OET ജേർണിയിൽ ജിൽന ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയായിരുന്നു? കാരണം ഒരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാളാണ്, ഒരു മദറാണ്. അപ്പം ജിൽന ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയായിരുന്നു? ഒരു ഫാമിലി ലൈഫും പഠനവും എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത്? ആക്ച്വലി എനിക്ക് മോളുള്ളത് കൊണ്ട് വീട്ടിൽ നിന്ന് ഒരിക്കലും ട്രെയിനിങ്ങിന് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോലും എനിക്ക് പറ്റിയിരുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഫുൾ ടൈം ക്ലാസ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ വീക്ക്ലി മോക്ക് ടെസ്റ്റും ഇവിടുത്തെ ട്രെയിനേഴ്സും എൻ്റെ വീക്ക് പോയിന്റ് മനസ്സിലാക്കി തന്നിട്ടുള്ള ഓരോ കോച്ചിങ്ങും അതെനിക്ക് നന്നായിട്ട് ഗുണം ചെയ്തു. അപ്പോൾ അതിലൂടെ ഞാൻ എൻ്റെ മുന്നിട്ട് വന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്ക് വിചാരിക്കുന്ന ജിടെക് ജെൻസ്മാർട്ടിലൂടെ വന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയതെന്ന്. മുൻപ് എവിടെയായിരുന്നു ജിൽന വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? മുന്നേ തലശ്ശേരിയിലൊരു ഹോസ്പിറ്റലായിരുന്നു വർക്ക് ചെയ്തത്, മിഷൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ഡ്യൂട്ടി റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ട്രെയിനിങ്ങിലേക്ക് വേണ്ടി വന്നത്. അപ്പോൾ കാരണം എനിക്ക് രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ, ഫാമിലിയും പഠിത്തവും ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് അതൊരു ഗുണമായിട്ട് ചെയ്തു. ഒരിക്കലും ഡ്യൂട്ടി റിസൈൻ ചെയ്തത് ഒരു ബാഡായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നില്ല, കാരണം അതൊരു നല്ല ടേണിംഗ് പോയിന്റ് ആയിരുന്നു. OET റീസെൻ്റ് ആയിട്ട് പാസ്സായി. അപ്പോൾ എന്താണ് ജിൽനയുടെ ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? ഐ എം വെരി ഹാപ്പി. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, കാരണം അത്രയും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ഒരു OETയിൽ നല്ലൊരു സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷേ ഇവിടുത്തെ ട്രെയിനിങ്ങും പിന്നെ ദൈവത്തിൻ്റെ ഒരു ഇതും കൊണ്ട് ഞാൻ നല്ലൊരു ഇതിൽ പോയി.